ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് ഉണക്കലരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഉണക്കലരി എന്ന് പറയുമ്പോൾ പായസത്തിൻ്റെ അരി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഏതരി എടുക്കാം. അതായത് പച്ചരിയോ ജീരകശാല അരിയോ അങ്ങനെയുള്ള ഏതെങ്കിലും അരി എടുത്താലും മതി. അതൊരു 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പും ഒരു 1/4 കപ്പ് ചെറുപയറും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ്. മൂന്നും കൂടി ചേർത്തിട്ട് ഒരു 3/4 കപ്പ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വിസിലിൻ്റെ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഓരോ കുക്കറിനെയും ബേസ് ചെയ്തിരിക്കും. മൂന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം, ആ രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാമൊക്കെ വരും. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നാൽ മതി, അതുവരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ പായസത്തിൽ ചേർക്കാൻ. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ഗോതമ്പും ചെറുപയറും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. ഇനി ഇത് പായസമാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലാദ്യം നമുക്ക് പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരക്കൊത്ത് വറുത്തിട്ട് അത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും വറുത്തെടുക്കാം. മുന്തിരിയും നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അതും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഗോതമ്പും അരിയും ചെറുപയറും ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉരുക്കിയെടുത്തിട്ടുള്ള ആ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ശർക്കരയും അതും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കാം. ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 കപ്പ് നല്ല ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ചൂടുള്ള പാല് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടാക്കാത്ത പാല് ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ ആ ശർക്കരയും പാലും കൂടി ചേർന്നിട്ട് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരപ്പാൽ ചേർക്കാം. നാളികേരപ്പാൽ എടുക്കുമ്പോഴും ഈ ഒരു അളവ് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഒരു 2 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 1 കപ്പ് 1ാം പാൽ ചേർത്താൽ മതി. ഇതിനി ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഈ പായസം ഇരിക്കുന്നിടത്തോളം കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. കുറച്ചും കൂടി ലൂസായിട്ടുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ അപ്പോൾ ഒരു 1/2 കപ്പ് പാലും കൂടിയും ചേർക്കാം. മൊത്തത്തിൽ ഒരു 3.5 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ അവസാനമായിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊരു പായസം കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മതിയല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്